നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കർക്കിടകം സീരീസിൻ്റെ 3rd വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് സംസാരിക്കാനുള്ളത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതുമാത്രമല്ല, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വിശേഷം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ ഗിവ് എവേയുടെ സീരീസ് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളവരാണ്, അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയണ്ടേ, മറ്റൊന്നുമല്ല തഴുതാമ തന്നെയാണ്. പലരും ചെറുള എന്നുള്ള ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തെറ്റായത് കൊണ്ടല്ല, നമ്മൾ ചെയ്ത 5 വീഡിയോസിന് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് ഉത്തരം ചെറുളയല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആരും വിഷമിക്കേണ്ടതൊന്നുമില്ല. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു സന്തോഷം ഒരാൾ മാത്രമല്ല കേട്ടോ, ഇതിൽ 6 പേരാണുള്ളത്. 3 പേരെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി 3 പേരെന്ന് പറയുന്നത് നമ്മുടെ തുടക്കകാലം മുതലേ നമ്മുടെ വളർച്ചയിലും താഴ്ചയിലും ഒക്കെ തന്നെ കൂടെ നിന്നിട്ട് ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് ഹൃദയം കൊണ്ട് ആ സ്നേഹവും കരുതലും സമ്മാനിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ വയ്യ. ഇതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വളരെ തിരഞ്ഞെടുത്തിട്ടുള്ള 3 പേർക്ക്, അങ്ങനെ മൊത്തത്തിൽ 6 പേർക്കാണ് ഇന്നത്തെ ഒരു ഗിവ് എവേയുടെ വിന്നർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമൊന്നും കരുതണ്ട, എല്ലാവർക്കും നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. 6 പേരെ തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും നമുക്ക് ഗിവ് എവേ വരും. അതിൽ നിങ്ങൾ ഇതുപോലെ ഫുൾ സപ്പോർട്ടോടു കൂടി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു അവസരം കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിലെ വിന്നറെ തിരഞ്ഞെടുക്കുന്നതിന് കൂടെ തന്നെ നമ്മുടെ വളരെ ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അത് കർക്കിടകം സീരീസിൽ തന്നെ വരുന്നതാണ്. നമ്മൾ അഭ്യംഗം, ശിരോ അഭ്യംഗം, സർവാംഗ അഭ്യംഗം ഒക്കെ പറഞ്ഞു. അതിൽ തന്നെ ഓയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് നേവൽ ഓയിൽ മസാജ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ബട്ടണിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഒരുപാട് പേർക്ക് സംശയമില്ലേ? അതിനുള്ള ആൻസറാണ്. ഒരു കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. വാതപിത്ത ഡിസോർഡറുകൾക്കൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ നാഭി പൂരണം എന്നുള്ളത്. നാഭി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അംബിലിക്കൽ ഏരിയ അല്ലെങ്കിൽ പൊക്കിൾ കൊടിയുള്ള ആ ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ എങ്ങനെയാണ് ഈ നാഭിപൂരണം ചെയ്യുന്നത് എന്നല്ലേ, അതിന് ഓയിൽ തിരഞ്ഞെടുക്കുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. വാതപ്രകൃതിക്കാരാണെങ്കിൽ അവർ കഴിയുന്നതും എള്ളെണ്ണ ചൂസ് ചെയ്യാം. അതുപോലെ പിത്തപ്രകൃതിക്കാരാണെങ്കിൽ അവർക്ക് വെളിച്ചെണ്ണ ബേസിലുള്ളത് യൂസ് ചെയ്യാം. ഇനി ഖഭപ്രകൃതിയാണെങ്കിലോ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ കടുകെണ്ണ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, പ്രാതൽ കഴിക്കുന്നതിന് മുൻപായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഇനി അതും അല്ലെങ്കിൽ പറ്റുന്നൊരു സമയം, രാവിലെ പറ്റിയിട്ടില്ലെങ്കിൽ രാത്രി സമയം ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താം. അപ്പം അല്പസമയം ഈ ഒരു നമ്മുടെ ആ ഒരു ഏരിയ ഓയിൽ കൊണ്ട് നിറയുന്നതെന്ന് വെച്ചാൽ ഒരു 3 ഡ്രോപ്പൊക്കെ മതിയായിരിക്കും. അതിനുശേഷം അല്പസമയം വെച്ച് കഴിയുന്നത് ഒരു 30 മിനിറ്റൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ടത് തുടച്ച് കളയുകയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇനിയിപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അത് മറ്റൊന്നുമല്ല, ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൈജഷൻ ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ, അവർക്കൊക്കെ നല്ലതാണ്. ഉറക്കക്കുറവുള്ളവർക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടും സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല, ഡെയിലി നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മൾ മഹാനാരായണ തൈലം പോലുള്ളവയും അല്ലെങ്കിൽ ക്ഷീരബല, ഗന്ധർവഹസ്താദി, ഹിങ്കു ത്രിഗുണാദി തൈലം തുടങ്ങിയിട്ടുള്ളവയും ഒക്കെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കും. അത് അടുത്തുള്ള ഒരു സമീപത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. പിത്തദോഷം വളരെ കൂടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മെഡിക്കേറ്റഡ് ഗീ ഒക്കെ ഉണ്ട് കേട്ടോ. ഗീ ആണ് ഒന്നുകൂടെ ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഏത് ഉപയോഗിക്കുമ്പോഴായാലും ചെറുതായിട്ടൊരു ലൂക്ക് വോം ആയിട്ടുള്ള അവസ്ഥയിൽ വേണം ഉപയോഗിക്കാം. അത് ചൂടാക്കുക എന്ന് പറയുമ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ തീയിൽ വെച്ച് ചൂടാക്കണം എന്നൊന്നുമില്ല. ഈ ഒരു ബോട്ടിൽ തന്നെ ചൂട് വെള്ളത്തിലേക്ക് അല്പം ഒന്ന് ഇറക്കി വെച്ചാൽ നേരിയൊരു ചൂട് വരില്ല. ആ ചൂടിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് ആ ബ്ലഡ് വെസൽസിലേക്കും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇൻറ്റേർണൽ ഓർഗൻസിനെ കൂടെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തന സുഗമമായി നടത്താനൊക്കെ സഹായിക്കും. അതുപോലെ യൂറിനറി ട്രാക്റ്റ് ആ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മൂത്രാശയ ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയും ഒക്കെ തന്നെ ആക്റ്റീവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ ചില വേദനകൾ, നമുക്ക് മൂത്രതടസ്സം ഉണ്ടാകുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ, മൂത്രം പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ
ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന വേദന ഇതൊക്കെ കുറയ്ക്കാൻ വളരെ ബെസ്റ്റാണ്. നാഭി സ്തനാന്തരം ജന്തു ആമാശയ ഉദാഹൃത എന്നുള്ളത് ഈ നാഭി സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ നമുക്ക് ബ്രസ്റ്റിനും അല്ലെങ്കിൽ ആമാശയത്തിനും സെൻറ്റർ പോർഷനിലായിട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആമാശയ സംബന്ധമായിട്ട് വരുന്ന ദഹനക്കുറവ് പ്രശ്നങ്ങൾ, ഹൈപ്പർ അസിഡിറ്റി പോലുള്ള കോൺസ്റ്റിപ്പേഷൻ ഇതുപോലുള്ള പ്രശ്നങ്ങളും നമ്മുടെ വൻകുടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ തന്നെ ഇത് വളരെ സഹായകരമാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വിന്നറിനെ തിരഞ്ഞെടുത്താലോ അല്ലേ? വളരെ ലൈവായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ഇപ്പോൾ പങ്കെടുത്ത പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് സഹകരിക്കുക എന്നുള്ളതാണ്. വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടും. എനിക്ക് തോന്നുന്നു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണുന്നവർക്ക് എങ്ങനെയെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾക്കത് ഇൻഫർമേറ്റീവ് ആണ്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ്സ് വീഡിയോസൊക്കെ ബാക്കിയുള്ളവരിലേക്ക് എത്തും, ചാനലിനൊരു ഉയർച്ച ഉണ്ടാവും. അതുപോലെ നമുക്കൊരു 500K ഒക്കെ ആയിട്ട് വീണ്ടും ഇതുപോലൊരു ഗിവ് അവേ ഒക്കെ തന്നെ ചെയ്യാം. അപ്പോൾ കഴിയുന്നതും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിന്നർ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ വഴി തിരഞ്ഞെടുത്ത 3 പേരും ബാക്കി 3 പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ ഇത് വിന്നർ ആവണം എന്നില്ല, അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിന്നേഴ്സ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാം, അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ പ്രൈവസി നോക്കിയിട്ടാണെങ്കിൽ എൻ്റെ മെയിലിലേക്ക് നിങ്ങൾക്ക് drsajidadijin@gmail.com എന്നുള്ള മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിലായിട്ട് അഡ്രസ്സ് അയച്ച് തരാം കേട്ടോ. അതിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് വീട്ടിൽ കിട്ടിയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.